നമസ്കാരം. നമ്മളിന്ന് വന്നേക്കുന്നത് ബിസിനസിന്റെ ഒരു ചരിത്രം അല്ലെ, 7 വർഷത്തെ നമ്മുടെ ബിസിനസിന്റെ ചരിത്രം അല്ലെ, ഒന്ന് നോക്കാൻ വേണ്ടി പോവാം. നമ്മളേതാണ്ട് തുടങ്ങുന്നത് 2018 നമ്മളൊരു ബിസിനസ് അല്ലെ. അതായത് നമ്മള് സാധാരണ രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകും, എല്ലാരും ജീവിക്കുന്ന പോലെ. അതുപോലെ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ആ പൈസ ഒരാഴ്ച കൊണ്ട് ചെലവാക്കും. കുറച്ചുകൂടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു ഫാം ആദ്യം തുടങ്ങി, കാട ഫാം തുടങ്ങി. അത് കഴിഞ്ഞ് ചിപ്സിന്റെ ബിസിനസ്സായി, അതുപോലെ മഷ്റൂം, അങ്ങനെ നമ്മൾ കൃഷി. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ സമയങ്ങളിലെല്ലാം ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അല്ലെ. അപ്പൊ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിരുന്നു. യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ ഈ 7 വർഷം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു അനുഭവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, കാര്യങ്ങൾ പറയാൻ വേണ്ടി. അതായത് 2018 അല്ലെ, നമ്മൾ 2018 ഒരു ബിസിനസ് തുടങ്ങുന്നത്. വീട്ടിലൊരു ഫുഡ് ബിസിനസ്സും ഫാമിംഗ് മേഖല ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും ഗുണം ഉണ്ടായത് ആരോഗ്യം മെച്ചപ്പെട്ടു. നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. രണ്ടാമത് നമ്മളൊരു സാധാരണ രീതി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മള് ജനങ്ങളുമായിട്ട് ഒരുപാട് ഇടപാടാനും ബന്ധപ്പെടാനും തുടങ്ങി. പിന്നെ ഏറ്റവും കൂടുതൽ വന്നതാണ് നമ്മുടെ ഫാമിലിയുടെ നല്ല കെട്ടുറപ്പുള്ള ഒരു കുടുംബമായി. നാലാമത്തായിട്ട് സാമ്പത്തികമായിട്ട് വെച്ച അതൊരു ബിസിനസിന് വന്നിരിക്കുന്നതാണ്, സാമ്പത്തികമായിട്ട് വെച്ചു. പിന്നെ നമ്മള് വിജയിക്കാനുള്ള ഒരു മനസ്സുണ്ടായി, നമുക്ക് അധ്വാനിക്കാനും വിജയിക്കാനുള്ള ഒരു മനസ്സ്. അതെ. പിന്നെ 6ാമത്തായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യും. യാത്രകളാണ് മനുഷ്യനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നത്. പക്ഷെ ബിസിനസിന്റെ ആവശ്യങ്ങളെ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു, ക്ലാസ് ഒക്കെ കൂടേണ്ട വന്നു. അതെല്ലാം കേട്ടപ്പോ തന്നെ നമുക്ക് ഇത്രയൊക്കെ അറിവ് അതിനകത്ത് കിട്ടും. അന്നാലാണ് ഈ യൂട്യൂബ് ചാനലിന്റെ ഒരു ലോഞ്ചിവിറ്റി, അതായത് ദീർഘായുസ്. ലോഞ്ചിവിറ്റി വിത്ത് ഫാമിലി. നമ്മുടെ ഫാമിലിയോടൊപ്പം നല്ല ദീർഘായുസായിട്ട് സന്തോഷത്തോടെ. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഫാമിംഗ് ഉൽപ്പന്നങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആരോഗ്യം വെച്ചു, നല്ല എണ്ണകൾ കാച്ചി. അപ്പൊ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഭക്ഷണ സാധനങ്ങൾ നമ്മളൊരു വീട്ടിൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരുന്നില്ല അല്ലെ. നമ്മളൊരു പുതിയ ഒരു ബിസിനസ് എന്ത് തന്നെയാണ്, ഒരു ഫാമിംഗ് മേഖലയോ ഫുഡ് മേഖലയോ പുറത്തൊരു സ്ഥലത്ത് തുടങ്ങണമെങ്കിൽ നമുക്ക് റൂം റെന്റ് എടുക്കണം, ഡെപ്പോസിറ്റ്, റെന്റ്, കറണ്ട് ബില്ല്, പിന്നെ എന്തായാലും സ്റ്റാഫ് എന്തായാലും വേണം. ഇത്രയും കാര്യങ്ങൾ, പിന്നെ അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടിങ്ങിന് നമ്മളെ ചെലവ്, ഇതെല്ലാം നമ്മളൊരു ഫിക്സഡ് ആയിട്ട് ഒരു നല്ലൊരു തുക ആദ്യം തന്നെ കൊടുക്കണം. നമ്മളൊരു കുടുംബം വീട്ടിൽ തന്നെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് 1 രൂപ മുടക്കേണ്ടി വരും. അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നാളും കൂടെ സാമ്പത്തികമായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തിയാലും മെച്ചമുണ്ടായത്. കാരണം നമുക്ക് മുടക്കുന്നതിന് നമുക്ക് ഒരു മന്ത്ലി ഉള്ള ഒരുപാട് ചെലവുകൾ അങ്ങനെ കുറഞ്ഞു. നമുക്ക് ഫാമിലിക്ക് ഒന്നിച്ചിരിക്കാൻ ഒരുപാട് അവസരം കിട്ടും. ഫാമിലി പണിയെടുക്കും. അപ്പൊ എല്ലാവരും ഒന്നിച്ച് പണിയെടുക്കുമ്പോ ഫാമിലി മൊത്തമായിട്ട് ഒന്നിച്ചിരിക്കാൻ സമയം ഇപ്പൊ. അതെ. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ നമ്മളെ പോലും അറിയാവുന്നില്ല അല്ലെ. അത് 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് 6 മാസം മുമ്പ് ഉണ്ടായിരുന്ന രീതിയിലല്ല, ഒരുപാട് കെട്ട് പരസ്പരം മനസ്സിലാക്കി നല്ല സന്തോഷത്തോടെ അതിപ്പോ നമ്മുടെ കാരണന്മാരൊക്കെ അവരൊക്കെ രാവിലെ വീട്ടിൽ അത്യാവശ്യം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും കുറച്ച് പൊതിഞ്ഞെടുത്ത് ഭാര്യയും ഭർത്താവും കൂടെ കൂടിയിട്ട് പറമ്പിലേക്ക് പോവാണ്. അവിടെ പോയി അവരൊന്നിച്ച് അധ്വാനിക്കുന്നു, ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു കെട്ടുറപ്പ്, അവര് ഇപ്പൊ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കും. ഇപ്പൊ തിരക്കുള്ള ജീവിതത്തിലായതുകൊണ്ട് നമുക്ക് സമയമില്ല. വീട്ടിലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരുപാട് സമയം കിട്ടും. നല്ല കുടുംബജീവിതം, നല്ല കെട്ടുറപ്പോടെ ഉണ്ടാകും. ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ വിജയിക്കണമെന്നില്ല. ആദ്യത്തെ ബിസിനസ്സോ 2ാമത്തെ ബിസിനസ്സോ ഒരുപാട് പണം കൊണ്ടുവരണമെന്നില്ല. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മൾ 1 രൂപ ബിസിനസ്സിലേക്ക് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്തിരിക്കണം. അതൊക്കെ ഒരുപാട് പണം അതിൽ മുടക്കണം. ബിസിനസ് വളർത്തണമെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് തന്നെ പണം കണ്ടു. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് സാമ്പത്തിക ലാഭം മാത്രമല്ല നോക്കേണ്ടത്, നമുക്ക് ഫാമിലിക്ക് ഒരു കെട്ടുറപ്പ് ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവും. അപ്പൊ ഈ ലക്ഷ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ലക്ഷ്യം ഉണ്ട്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. പക്ഷെ ഇന്ന് എത്തിച്ചേരണമെന്നോ നാളെ എത്തിച്ചേരണമെന്നോ പറഞ്ഞിട്ടില്ല. അതിനൊരു സമയമുണ്ടാവും, വിജയിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയം വരെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനും പുതിയ ബിസിനസ് മേഖലകൾ കണ്ടെത്താനും ഒക്കെ
വന്നാലും നമ്മളത് തരണം ചെയ്തു. പണം മുടക്കാത്ത ബിസിനസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുക മാത്രമല്ല, ഇത് ഒരു പ്രൊഡക്റ്റ് അത് നിർമ്മിച്ച് അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, എങ്ങനെ കടകളിൽ എത്തിക്കാം എന്നത് വരെ അത് നമ്മൾ ഇത്ര വർഷത്തെ നമ്മുടെ അനുഭവം നമ്മള് അത് ഏറ്റവും വലിയ ഗുണം നമുക്കുണ്ടായത് കോവിഡ് കാലഘട്ടത്തില് നമുക്ക് ജോലി സ്ഥലത്തു നിന്നുള്ള വരുമാനം ഇല്ല, മറ്റു വരുമാനങ്ങളൊന്നുമില്ല. അതന്നെയല്ല, കടയെല്ലാം അടഞ്ഞു, കൂടാണ് നിറച്ചു. ഇത് എന്ത് ചെയ്യുന്നു ഞങ്ങൾ തരണം ചെയ്തിരിക്കുമ്പോഴാണ് അറിയുന്നത് വീടുകളിൽ സപ്ലൈ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് മനസ്സിലായത്. അങ്ങനെയാണ് നമ്മൾ ഈ ഓൺലൈനിലേക്കും ഡയറക്റ്റ് ഹോം മാർക്കറ്റ് ഒരുപാട് സമയം നമുക്ക് ലഭിക്കും. നമ്മുടെ വീട്ടാവശ്യങ്ങളും കഴിഞ്ഞു, പിള്ളേരുടെ കാര്യവും കഴിഞ്ഞു, നമ്മൾക്ക് ബിസിനസിന്റെ കാര്യം കഴിഞ്ഞു. വേറൊരു തലച്ചുള്ളൂ. പിന്നെ ആരെ പേടിക്കണ്ട, വേറെ ഒരു ഉത്തരവാദിത്തം ഇല്ല. നമ്മുടെ ഉത്തരവാദിത്തം പിന്നെ സമയം നോക്കണ്ട, ഈ സമയത്ത് നമുക്ക് ജോലി ചെയ്യാം, ഓവർ ടൈം ആയിട്ട് ജോലി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു ബിസിനസ് ചെറുതായിക്കോട്ടെ ഒരു വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടോ അല്ലാതെ ആയിട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെല്ലാം വീട്ടിലൊരു ബിസിനസ് ചെയ്യുക. അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനല് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.